Hi friends, welcome to again to Gamer. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒത്തിരി പേരൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും നമുക്ക് മറ്റേ ഇതിനകത്ത് മകനിയെ പോലത്തെ ഒരു ഇതൊക്കെയുള്ള ചിലർക്കാണെങ്കിൽ അതിനകത്ത് കുറേ യൂട്യൂബേഴ്സ് ഇതേപോലെ ലിങ്ക് ഇട്ട് തരും. അത് നിങ്ങൾക്ക് അതിനകത്ത് അയക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു പുത്തനായിട്ടുള്ള ഒരു ആപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകും. ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് കണ്ട് ഇവിടെ കണ്ടു, ഈ ഒരു ആപ്പായിട്ട് കണ്ട് ഈ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഇട്ട് വെച്ചേക്കുക. ഇത് എടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ പ്ലേ എടുക്കും. ഇതുണ്ട് ഇവിടെ പ്ലേ കൊടുത്തിട്ട് ഇത് നമുക്ക് അതിൻ്റെ ബൈക്ക് ഡ്രൈവിംഗ് 3D ഓപ്പൺ ആവുന്ന പോലെ തന്നെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ഇത് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് കണ്ടോ, ഇതേപോലെ ഇവിടെ ഇതൊക്കെ കാണിക്കും. ഇതുണ്ട് ആനിമൽസ് എന്ന് വരുമ്പോൾ അതുകൊണ്ട് ഇത് കാണും. ഇതിൽ ഒത്തിരി സാധനങ്ങൾ കാണും. ഞാനിവിടെ ഓൾറെഡി ഇതിങ്ങനെ സെലക്ട് ചെയ്യണം. പിന്നെ ഇത് കണ്ടോ, ഇതിവിടെ ഇതിൻ്റെ ബൈക്ക് ഡ്രൈവിംഗ് 3D ചെന്നിട്ട് ഈ ഒരു ഇത് കണ്ടോ, ഇതിനകത്ത് ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്താ, ഇത് കാറിൻ്റെ എല്ലാത്തിൻ്റെയും ചീക്കോടൊക്കെയായി ഈ കാണുന്നത്, പുതിയതായിട്ട് വന്നത്. ഇതിനകത്ത് കൂടുതൽ റെഡ് കളറിലെ ആണല്ലോ കാറെല്ലാം. അപ്പോൾ വെഹിക്കിൾസ്, പുതിയതായിട്ടുള്ള വെഹിക്കിൾസ് ഇത് കണ്ടോ, ഈ കോഡ് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോന്ന് വരുന്നത്. ഇത് പുതിയൊരു സാധനമാണ്, നിങ്ങൾ ഇതുവരെയും കാണാത്തൊരു ടൈപ്പ് ഒരു വണ്ടിയാണിത്. ട്രാക്ടർ ഇതിനകത്ത് ഇതുവരെ ഇല്ല. ഇതുണ്ട് ലംബോർഗിനി. ഇത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നേരെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലോട്ട് കയറണം. എന്നിട്ട് ഇതുണ്ട് ഈ ഒരു ഇത് കണ്ടോ, ഇതേ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ്, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇതുണ്ട് ഇതേപോലെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. നിങ്ങളൊന്നും ചെയ്യാതെ നേരെ വന്ന് ഇതിനകത്തോട്ട് കയറണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു കമൻറ്റ് അയച്ചേക്കുക. നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലും കമൻറ്റ് അയച്ചേക്കുക. അതുകൊണ്ട് ഇത് ഞാൻ അതേപോലെ അതിനകത്ത് കയറിയിട്ട് എടുത്തത്. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇതിനകത്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ അതിൻ്റെ ചീക്കോഡ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു ആനിമൽസ്. ഞാൻ ഈ ഒരു സാധനമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ ഇതിനകത്തൊന്നുമില്ല. ഇതല്ല, ഇതിനകത്ത് ഇൻ്റർനെറ്റിനകത്ത് ഇപ്പോൾ വരുന്നില്ല. ഞാൻ കണ്ട 4 അടിച്ച് കൊണ്ട് ഒരു മാറ്റമില്ല. ഞാൻ വേറൊന്നും അടിച്ചിട്ടില്ല. കണ്ടോ 4 അടിച്ചിട്ട് കണ്ടോ അടിച്ചപ്പോൾ ഉടനെ വന്നുണ്ട്. ഇത് അതേപോലെ നേരത്തെ ഇത് നമ്മൾ ചെയ്ത് കഴിയുവാണെങ്കിൽ ഉടനെ നമ്മൾ ഇതിനകത്ത് വരും. നമുക്കിത് കുറച്ച് ദൂരത്ത് പോയിട്ട് ഇതിനെയാണെങ്കിൽ AK-47 വെച്ച് വെടിവെക്കുകയാണെങ്കിൽ ഇത് നമ്മളെ പിടിക്കാൻ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് കയറുമ്പോൾ കുറച്ച് സമയം പിടിക്കും. ഇതങ്ങോട്ട് പോയി. ഒന്നുകൂടെ ഈ സ്നൈപ്പർ വെച്ച് വെടിവെക്കുമ്പോൾ ഇത് കണ്ടിട്ട് ചാവും. അപ്പോൾ ഞാൻ വീണ്ടും 4 വെച്ചിട്ട് ഇതിനെ ഫോൺ ചെയ്യുക. ഞാൻ ഇൻഫിനിറ്റി ഹെൽത്ത് വെക്കാൻ മറന്നുപോയി. നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് വെച്ചാൽ പോകാൻ പറ്റില്ല. ഇതിനകത്തോട്ട് ഞാൻ കയറി പോയിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇതെന്ത് അത് ചുമ്മാ ഒന്ന് കാലായിട്ട് വീണ് സൗണ്ട്. ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചത് അതിൻ്റെ ചീക്കോടാണ് 9129. ഇവിടെ എഴുതി കാണിക്കുന്നത് ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചാലും ഒന്ന് വെടി വെക്കുമ്പോൾ നമ്മുടെ നേരത്തെ കൊള്ളും. നമുക്ക് ഒന്നുകൂടെ സ്പോൺ ചെയ്യും. ഇത് 2 കളറിലുണ്ട്, പച്ച പിന്നെ ഈ ചുമല.
നമ്മൾ ആ ഗ്യാപ്പിൻ്റെ അവിടെ കൂടെ നോക്കില്ല. അത് വരുന്നുണ്ട്, നമുക്ക് എളുപ്പം പോകാം. അയ്യോ എളുപ്പം ഈ സമയം നോക്കി ആ വീട്ടിൽ കഷ്ടമുണ്ട്. അമ്മച്ചി കുറച്ച് നമ്മളെ അടിച്ച് ചത്തുപോയി. എന്താ ഇതിങ്ങനെ വന്ന് നമ്മളെ അടിച്ച് ഒരു വണ്ണം അടിച്ച് അത് താഴെ വീട് വീഴും. എല്ലാവരും നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചത്താലും നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യുക, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ അടിച്ചു തന്നെ ഞാൻ ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചിട്ട് സോംബിയെ പോലെ ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. വീണ്ടും ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചിട്ട് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്തു. കണ്ടോ ഗ്രീൻ കളർ. ഞാൻ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഇതിനെ വെടി വെച്ചിട്ട് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുപോയി. അതാവുമ്പോൾ ഇത് വീഴല്ലേ. ഇവിടെ നമ്മളെ പിടിക്കാൻ വരുമോ നോക്കട്ടെ. ചാവുമ്പോൾ ഇതിങ്ങനെ സൗണ്ട് വരും. ഞാനേ ഇനി ഇവിടെ ഒരെണ്ണത്തിന് കൂടെ ഫോൺ ചെയ്യും. ഒന്ന് വേണ്ട 2-3 എണ്ണത്തിന് ഫോൺ ചെയ്യും. ഓടി നമുക്ക് ഇവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മുമ്പോട്ട് ഇത് കുറച്ച് പണി എന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ പോകുമ്പോൾ അത് താഴെ കൂടെ ആയിരുന്നു കളിക്കാൻ മെഗാറാമ്പെ കയറി പോകും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് 10% ആൾക്കാർക്ക് ഈ ലോകത്തെ അറിയത്തുള്ളത് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, ഞാൻ എപ്പോഴും അത് കണ്ടു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഉടനെ ഞാൻ ഞാനാണെങ്കിൽ ഇതേപോലെ ചീക്കോഡിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ചീക്കോഡ് നമ്മളിരുമ്പുണ്ടാക്കി ഒന്നും പറ്റത്തില്ല. ഒന്ന് താഴെ ഇടുന്നു ഉണ്ടോ. ലാസ്റ്റ് ഒന്ന് ഈ എളുപ്പം പോയില്ല, പണി കിട്ടും. അത് നമ്മളെ പിടിക്കാൻ ഇതുവരെ അടുത്തെത്തിയിട്ടില്ല. നമുക്ക് ഇൻഫിനിറ്റ് ഹെൽത്ത് വെച്ചേക്കുന്നു. നമ്മളെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമില്ല. എളുപ്പം വണ്ടി എടുത്തോണ്ട് പോകാം. പക്ഷെ നമ്മൾ ഇതേപോലെ എനിക്കറിയത്തില്ല എന്താ പറ്റിയത്. നേരത്തെ ഞാൻ ഇതേപോലെ നോക്കിയത്. അപ്പം എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് വേറെ വണ്ടി അതവിടെ വിറ്റ് വരുന്നു. ഇത് എവിടുന്ന് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വേണ്ടത് ഇതൊന്നും നമ്മളെക്കാട്ടി ഒത്തിരി ദൂരത്ത് പോയിട്ടുണ്ട്. നമ്മളൊരു മുന്നേ ഒരു മെഗാറാമ്പ് കടന്നു വന്നത്. ഇവിടെ വരുമ്പോൾ നോക്കുകയാണ് പതുക്കെ വരുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോകുമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഇത് കാണും. അയ്യോ ഇത് പോട്ടെ, ഇതിൻ്റെ കൂടെ പോകുന്ന പ്രശ്നം. ഇത് ആകാശത്തിൽ മരം ഇതല്ലേ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റിയാണ്. അയ്യോ ഇത് മേളിലോട്ട് വരും. ഞാൻ വിചാരിച്ചപ്പോൾ തെറ്റായിരിക്കും.
നമ്മൾ ഇത്ര പൊക്കത്തേക്ക് ചാടാൻ പോകുന്നത് നമുക്ക് അതിന് പറ്റുന്നതാണ്. ഇയാൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതുണ്ട് തലയിൽ നിർത്തി താഴെ കിടക്കുക പക്ഷെ ഒന്നുമില്ല. ഇത് നമ്മുടെ അടുത്ത് ഇതുവരെ വന്നില്ല. എനിക്ക് തോന്നുന്നത് പോയി കാണാൻ പോകും. നമുക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇതങ്ങനെ ആകാശത്ത് പോയി മെഡലിൽ മാത്രമേ പോകും. ഇവരൊന്നും ഉണ്ട്. പുതിയ ഗ്ലിച്ച് അത് കൊണ്ട് കിടക്കുന്നു. നമുക്ക് അവിടെ വെച്ചാൽ അത് ചത്തുപോയി. ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് പോകാൻ പോകുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറേ വീണ്ടും ചമ്മലിയാണ്. ഒത്തിരി നമുക്ക് സ്പോൺ ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് സ്പോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോംബിയെ പോലല്ല. സോംബി ഒത്തിരി ആണെങ്കിൽ ഇതല്ല. ഒന്നൂടെ 4 ഇത് ചുമല മാത്രമേ ഉള്ളൂ. വേറെ കളർ വീണ്ടും ചുമല. നമുക്ക് കുറച്ച് ദൂരത്തോട്ട് ഓടി ചെന്നിട്ട് ഓടിക്കുക. ഞാൻ ഇങ്ങനെ ഓടിപ്പോയി നമുക്കില്ലെങ്കിൽ പ്രശ്നം. അത് നമ്മളെ അയ്യോ അടുത്തെത്തി. അതിനകത്ത് നമ്മൾ വീണ്ടും ചാവും തോന്നും. അപ്പം നമ്മൾ വീണ്ടും ചത്തിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ കുറച്ച് പാടാം. ഇതാണ് ആപ്പ്. കണ്ടു ഒന്നുകൂടെ കാണിക്കാം. ഇതിനകത്ത് സിംഹവും ആനയും ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ മോൺസ്റ്റർ ആണ്. നിങ്ങൾക്ക് കുറേ പേർക്കൊന്നും പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് ആർജസിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇതാണ് ആർജസിൻ്റെ ഇതാണിത്. അപ്പം നമുക്കിത് കോപ്പി ആയിട്ട് നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്യാനിടാം. അപ്പോൾ പ്ലേസ് ചെയ്താൽ മതി. ഇത് നമുക്ക് പ്ലേസ് ചെയ്താൽ മതി. RGS ടൂളിൽ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു അത് മതിയെന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഫോണിൽ എടുത്ത് RGS ടൂള് കോപ്പി. ഓക്കെ, എവിടെ ആയിരിക്കും വന്നത്? നമുക്ക് ഇപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഞാനിത് മാറ്റിയെടുക്കുന്ന ആദ്യമായിട്ട്. അതുകൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്താലും വരും. പക്ഷെ അത് ഒത്തിരി സമയം എടുക്കും. നമുക്ക് നോക്കാം. അത് ഇപ്പോൾ നമുക്ക് ബാക്ക് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലീസ് വെയിറ്റ് കണ്ടോ എഴുതി കാണിക്കും. എന്നിട്ട് 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പം നമ്മളിങ്ങനെ ബാക്ക് അടിക്കുക. അത് വീണ്ടും വരുമ്പോൾ ഇങ്ങനെ തന്നെ കാണിക്കും. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ആ സമയം ഇത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗായ്സ്, നമ്മളിത് വന്നിരിക്കുന്നത് ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇട്ടിട്ട് വന്ന് ഞാനിത് കൂടെ കാണിച്ചിട്ട് പോവാം. ഞാൻ ആലോചിച്ച പോലെ ഇല്ല ഇത് വരും. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ പറത്തി വരും. അയ്യാ ഇങ്ങോട്ട് പോയി പഠിക്കാം. ഇതിനകത്ത് നമുക്ക് ഈ സൈഡിൽ കൂടെ കയറ്റിക്കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ദൂരത്ത് പോയിട്ട് ഇവിടെ ഇതെല്ലാം ഒരേ സ്ഥലത്തെ വരുത്തുള്ളൂ. നമ്മുടെ മറ്റേ റാമ്പല്ലേ അവിടെ കണ്ട്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനിട്ടിട്ട് വന്നിട്ട് ബാക്ക് പോയി ഇത് ഇവിടുന്ന് നമുക്ക് പറത്തി എത്ര സ്പീഡിൽ ചെന്നിട്ട് എത്ര പൊക്കത്ത് പോകുന്നു. കുറ്റിയെക്കാട്ടിൽ ഒത്തിരി പൊക്കത്ത് വന്നിരിക്കുന്നു. സീനായിരുന്നു. ഞാൻ കുറച്ച് സ്ലോയിൽ
കണ്ടോ, സ്ലോ മോഷൻ ഇടുമ്പോൾ ഇങ്ങനെ കുറച്ചൊന്നും കിട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ ലൈക്ക്, സബ്സ്ക്രൈബ്